Welcome to the YouTube channel of Farooq Higher Secondary School. Myself, Muhammad Sadiq, Faculty of Botany, Farooq Higher Secondary School. Dear students, in the last class we will complete the first chapter, Reproduction in Organisms. Today we are going to discuss the second chapter, Sexual Reproduction in Flowering Plants. We know sexual reproduction is a biparental type of reproduction. Biparental type. Both parents are involved. That is, the male and female parents are involved in the reproduction process. And the division occurs to germ cells or sex cells, and the division is meiosis and mitosis. Both meiosis and mitosis occur in sexual reproduction, and the formed offsprings are morphologically and genetically dissimilar to parents because both characters of male and female parents are mixed by fertilization and it is transferred to the offsprings. That's why offsprings are dissimilar to parents. But in the class, asexual reproduction, sexual reproduction തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. ആ ഡിഫറൻസിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം, asexual reproductionല് സിംഗിൾ പാരന്റ് ആണ്, യൂണി പാരന്റിനാണ്. അതോടൊപ്പം തന്നെ അതില് സൊമാറ്റിക് സെൽസ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. പക്ഷെ സെക്ഷുവൽ റീപ്രൊഡക്ഷനില് സെക്സ് സെൽസ് അല്ലെങ്കിൽ ജേം സെൽസുകളാണ് ഇൻവോൾവ് ചെയ്യുന്നത്. asexual reproductionല് ഒരു ഡിവിഷൻ മാത്രമാണ്, മൈറ്റോട്ടിക് ഡിവിഷൻ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ മിയോസിസും നടക്കുന്നു, അതോടൊപ്പം തന്നെ മൈറ്റോസിസ് എന്ന് പറയുന്ന ഡിവിഷനും നമുക്ക് കാണാൻ പറ്റും. ദെൻ എസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ ഫോം ചെയ്യുന്ന ഓസ്പ്രിങ്സ് നമ്മൾ ക്ലോൺസ് എന്നാണ് പറയുന്നത്. പക്ഷേ സെക്ഷുവൽ റീപ്രൊഡക്ഷനിലെ ഓസ്പ്രിങ്സുകൾ ജനറ്റിക്കലി ഡിസിമിലർ ആണ് ബിക്കോസ് ഹിയർ ദി പാരന്റൽ ക്യാരക്ടേഴ്സ് ബിക്കം മിക്സഡ് ആൻഡ് ഇറ്റ് ഈസ് ട്രാൻസ്ഫർ ടു ദി offsprings. That's why offsprings become dissimilar to parents എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഫോം ചെയ്യുന്ന offspringsകൾ they leads to a chance of variation and evolution of species. So sexual reproduction is a very important process in the case of higher organism, and it is a production of new individuals by the fusion of male and female gametes എന്ന് നമുക്ക് പറയാൻ പറ്റും. മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സിന്റെ ഫ്യൂഷന്റെ അടിസ്ഥാനത്തിൽ ജനറ്റിക്കലി ഡിസിമിലർ ആയിട്ടുള്ള ഓസ്പ്രിങ്സിന്റെ പ്രൊഡക്ഷൻ ആണ് നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈസ് ദി പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഇൻഡിവിജ്വൽസ് ബൈ ദി ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമീറ്റ്സ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ elaborate, complex and very slow process. Because sexual reproduction involves gametogenesis, then gamete formation, then fertilization, then embryo formation, embryogenesis, and finally offsprings are formed. So it is a elaborate, complex and a very slow process when compared to asexual reproduction. അപ്പൊ ഇത്തരത്തില് സെക്ഷുവലി റീപ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള ഓർഗാനിസത്തിൽ നമ്മൾ പരിശോധിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇൻ ആൻജിയോസ്പേംസ് ഓർ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഫ്ലവർ ഈസ് എ സിംബൽ ഫോർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഓർ ഫ്ലവർ ഈസ് എ ഫാസിനേറ്റിംഗ് ഓർഗാൻ ഓഫ് ആൻജിയോസ്പേംസ്. ഇപ്പൊ ഒരു ഫ്ലവറിന്റെ സ്ട്രക്ചർ നമ്മൾ പരിശോധിച്ചാൽ ലോവർ ക്ലാസ്സിൽ തന്നെ ഞങ്ങൾക്കറിയാം, ലോവർ ക്ലാസ്സിൽ തന്നെ ഫ്ലവറിന്റെ പാർട്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കാം. ഒരു ഫ്ലവറിന്റെ പാർട്സുകളിലേക്ക് നമ്മൾ വരുമ്പോൾ അതില് മെയിൻ ആയിട്ട് കാലിക്സ് നമുക്കറിയാം. കാലിക്സ് ഈച്ച് വൺ ഈസ് കാൾഡ് സെപ്പൽ നമ്മൾ പറയും. കൊറോള ഈച്ച് വൺ ഈസ് കാൾഡ് പെറ്റൽ. സെപ്പൽസ് ആണ് കാലിക്സ്, പെറ്റൽസ് ആണ് കൊറോളയായിട്ട് നമ്മൾ പറയുന്നത്. മെയിൻ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആൻഡ്രീഷ്യൻ, കേസര കുലങ്ങൾ എന്ന് പറയും. അതില് നിങ്ങൾക്ക് കാണാം സ്റ്റേമൻ എന്ന് പറയുമ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് സ്റ്റേമൻ. ആ സ്റ്റേമനില് ആന്തർ എന്ന് പറയുന്ന ഒരു പോർഷൻ കാണാം. ആന്തർ ഗൈനീഷ്യമാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. അതിലുള്ള പോർഷനാണ് കാർപ്പൻ എന്ന് പറയുന്നത്.
ഒരു കാർപ്പലില് ഓവറി ഉണ്ട്, സ്റ്റൈൽ ഉണ്ട്, സ്റ്റെഗ്മ ഉണ്ട്. ഓവറിക്കുള്ളിലാണ് ഒവ്യൂൾസുകൾ കാണുന്നത്. അപ്പൊ ഇതാണ് ഒരു ഫ്ലവറിന്റെ പാർട്ടായിട്ട് നമുക്ക് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നിങ്ങൾക്കത് ലോവർ ക്ലാസ്സിൽ പഠിച്ചൊരു ഭാഗമാണ്. സോ ഫ്ലവർ ഈസ് എ സിംബൽ ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓർ എ ഫാസിനേറ്റിംഗ് ഓർഗാൻ ഓഫ് ആൻജിയോസ്പേം. ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു സിംബൽ ആയിട്ടാണ് നമ്മൾ ഫ്ലവറിനെ കാണുന്നത്. ഇനി where a flower is formed in flowering plants or how it is formed, whether it is a stem, root or leaves. സ്റ്റെം ആണോ, റൂട്ട് ആണോ, ലീഫ് ആണോ ഫ്ലവർ ആയിട്ട് മോഡിഫൈ ചെയ്യുന്നത്. ഈ ഒരു കാര്യം നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഭാഗമാണ്. ഫ്ലവർ ഈസ് എ മോഡിഫൈഡ് ഷൂട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ അവിടെ നമ്മള് ഫോട്ടോ പീരിയോഡ്സ് എന്ന് പറഞ്ഞൊരു ഭാഗം പഠിക്കുന്നു. ഫോട്ടോ പീരിയോഡ്സ് എന്ന് പറഞ്ഞാല് the response of plants to relative day and night length is called photoperiods എന്ന് പറയും. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കാം. ഈ ഫ്ലവർ ഫോർമേഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിനാണ് നമ്മൾ ഫ്ലോറിജൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ whenever a plant attain a photoperiodic responses, there initiated a stimulus. A stimulus is formed in the mesophyll cells of that plant. ഇപ്പൊ ഫോട്ടോ പീരിയോഡിക് റെസ്പോൺസ് ഒരു പ്ലാന്റ് അറ്റൈൻ ചെയ്താൽ അതിന്റെ അടിസ്ഥാനത്തിൽ ആ പ്ലാന്റിന്റെ മീസോഫിൽ സെല്ലില് ഒരു സ്റ്റിമുലസ് ആയിട്ട് വരുന്ന ഒരു ഹോർമോൺ ആണ് ഫ്ലോറിജൻ ഹോർമോൺ. നിങ്ങൾക്ക് സ്ക്രീനിൽ അത് കാണാം. ഫ്ലോറിജൻ ഹോർമോൺ ഒരു സ്റ്റിമുലസ് ആയിട്ട് ഫോം ചെയ്യുന്നു. ഈ ഫോം ചെയ്യുന്ന ഫ്ലോറിജൻ ഹോർമോൺ now it is transferred to the shoot apical meristem. As a result, shoot apical meristem is changed into reproductive meristem or floral meristem. As a result, a flower is initiated. So it is very clear flower is a modified shoot because it is formed from shoot apical meristem. ഇപ്പൊ ഫ്ലോറിജൻ ഫോം ചെയ്യുന്നു. ആ ഫ്ലോറിജൻ ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റത്തിലേക്ക് സീഡ് ട്യൂബ്സ് വഴി ഫ്ലോയം വഴി ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഷൂട്ട് അപ്പിക്കൽ മെരിസ്റ്റം റീപ്രൊഡക്റ്റീവ് മെരിസ്റ്റമായി ചേഞ്ച് ചെയ്യുന്നു. ദർ ഇനിഷ്യേറ്റഡ് എ ഫ്ലവർ. അപ്പൊ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മള് ഫ്ലോറിജൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഫോട്ടോ പീരിയോഡിസത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന പ്രോസസ് ആണ്. അതിന്റെ അടിസ്ഥാനത്തിൽ വെദർ ഇറ്റ് മേ ബി എ ആക്സിലറി ഓർ അപ്പിക്കൽ ഫ്ലവർ, ഒരു ആക്സിലറി ഫ്ലവർ അല്ലെങ്കിൽ അപ്പിക്കൽ ഫ്ലവർ അവിടെ ഫോം ചെയ്യാം. ഇപ്പൊ ഫ്ലവർ ആണ് സെക്ഷൽ റീപ്രൊഡക്ഷനിലെ ആൻജിയോസ്പേമിൽ സിംബൽ ആയിട്ട് വരുന്നു നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഫ്ലോറിജൻ കോൺസെപ്റ്റ്. ഇനി നമ്മള് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ സ്റ്റേജസിലേക്ക് വന്നാൽ, ഇപ്പോ കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പറഞ്ഞിരുന്നു സെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ഹാവിംഗ് 3 മെയിൻ സ്റ്റേജസ്: പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ്. ഇപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് പ്രീ ഫെർട്ടിലൈസേഷൻ. അതിൽ ഫ്ലവറിന്റെ സ്ട്രക്ചറിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ, ഒരു ഫ്ലവറിന്റെ സ്ട്രക്ചർ നമ്മൾ ശ്രദ്ധിച്ചാൽ അതില് ലുക്ക് അറ്റ് ദി സ്ക്രീൻ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. മെയിൻ പാർട്ടിനാണ് നമ്മൾ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ആൻഡ്രീഷ്യം, കേസര കുലങ്ങൾ എന്ന് പറയും. ആൻഡ്രീഷ്യം ഈസ് ദി മെയിൻ റീപ്രൊഡക്റ്റീവ് വേൾഡ് എന്നാണ് നമ്മൾ പറയുന്നത്. വേൾഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പായിട്ടാണ് കാണുന്നത്. ഈ ഗ്രൂപ്പിനാണ് നമ്മൾ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. സോ ആൻഡ്രീഷ്യം ഈസ് ദി മെയിൻ റീപ്രൊഡക്റ്റീവ് വേൾഡ് ആൻഡ് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് സ്റ്റേമൻ എന്ന് പറഞ്ഞാല് മെയിൻ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെങ്കിൽ പാർട്ടിനാണ് നമ്മൾ സ്റ്റേമൻ എന്ന് പറയുന്നത്. സ്റ്റേമൻസിനാണ് നമ്മൾ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ഇനി ഒരു സിംഗിൾ സ്റ്റേമൻ നമ്മൾ എടുത്താൽ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഒരു സിംഗിൾ സ്റ്റേമൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈച്ച് സ്റ്റേമൻ ഈസ് ഹാവിംഗ് 3 മെയിൻ പാർട്സ്: ഫിലമെന്റ്, കണക്റ്റീവ് ആൻഡ് ആന്തർ. റണ്ണിംഗ് സ്റ്റാക്ക് ഈസ് called filament and the 2 lobe-like structure is called anther lobes. Anther lobes-നെ കണക്ട് ചെയ്യുന്ന ടിഷ്യൂവിനാണ് നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. കണക്റ്റീവ് ടിഷ്യൂ ഇസ് എ sterile parenchymatous tissue which connect to the lobes എന്ന് പറയും. Anther lobes. ഇപ്പൊ ഇതില് 2 ലോബ്സുകൾ,
ഒരു ലോബുള്ള കേസ് നമുക്ക് കാണാം. അപ്പൊ ഹൈബിസ്കസ് ഒക്കെ 2 ലോബ്സ് ആണ് വരുന്നത്. ചില ഫ്ലവറിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ സിംഗിൾ ലോബാണ് വരിക. ഇറ്റ് ഈസ് ഹാവിംഗ് 2 ലോബ്സ്, 2 ലോബുകൾ വരുമ്പോൾ ആ ലോബുകളെ കണക്ട് ചെയ്യുന്ന ടിഷ്യൂവിനാണ് നമ്മള് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ആന്തറിനാണ് നമ്മള് ഡൈത്തീക്കസ് ആന്തർ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഒറ്റ ലോബാണെങ്കിൽ ആന്തർ ലോബും ഫിലമെന്റ് എന്ന് പറയുന്ന പോർഷനിൽ വരുള്ളൂ. അതായത് റണ്ണിങ് സ്റ്റാക്കിനാണ് നമ്മൾ ഫിലമെന്റ് എന്ന് പറയുന്നത്, ലോബ് ലൈൻ സ്ട്രക്ചറിനാണ് ആന്തർ ലോബ് എന്ന് പറയുന്നത്. ഈ ആന്തർ ലോബ്സുകളെ കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. ക്ലിയർ? വളരെ ക്ലിയർ ആണ്. ഫിലമെന്റ്, ലോബ്സ്, ആ ലോബ്സുകളെ കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ ഒരു സ്റ്റെറൈൽ പാരങ്കൈമാറ്റിക് ടിഷ്യൂ ആണ് വിച്ച് കണക്ട്സ് ദി 2 ആന്തർ ലോബ്സ് എന്ന് പറയാം. ഇനി ഒരു ആന്തറിന്റെ TS നമ്മൾ എടുത്താല്, ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാല്, ഇപ്പൊ അതില് ലാർജ് ആന്തേഴ്സ്, ഈ ആന്തേഴ്സിന്റെ ക്രോസ് സെക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ബട്ടർഫ്ലൈ ഷേപ്പിൽ സ്ട്രക്ചർ അതിൽ കാണാൻ പറ്റും. ഈ ബട്ടർഫ്ലൈ ഷേപ്പിൽ സ്ട്രക്ചറിൽ 4 കോർണേഴ്സ് നമുക്ക് കാണാം. ഈച്ച് കോർണർ ഈസ് കാൾഡ് മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയാം. മൈക്രോസ്പൊറാഞ്ചിയം സിംഗുലർ ആണ്, മൈക്രോസ്പൊറാഞ്ചിയ പ്ലൂരൽ ആണ്. ഒരു ഡൈത്തീക്കസ് ആന്തറിന്റെ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ TS ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 4 മൈക്രോസ്പൊറാഞ്ചിയം നമുക്ക് കാണാൻ പറ്റും. 4 മൈക്രോസ്പൊറാഞ്ചിയ. An anther is having 4 microsporangia is become ഡൈത്തീക്കസ് എന്ന് പറയും. പക്ഷേ ഒരു സിംഗിൾ ലോബുള്ള ആന്തറിന്റെ ക്രോസ് സെക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ 2 മൈക്രോസ്പൊറാഞ്ചിയ നമുക്ക് കാണാൻ പറ്റും. An anther is having 2 microsporangia is become monothecous and 4 microsporangia is become ഡൈത്തീക്കസ് എന്ന് പറയാം. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ആന്തറിന്റെ TS എടുത്താൽ അതിൽ കാണുന്ന 4 ലോബുകൾ, കോർണേഴ്സ്, ഈച്ച് വൺ ഈസ് കാൾഡ് മൈക്രോസ്പൊറാഞ്ചിയം. 4 മൈക്രോസ്പൊറാഞ്ചിയ ഒരു ഡൈത്തീക്കസിൽ കാണാം. മൊണോത്തീക്കസ് ആണെങ്കിൽ 2 മൈക്രോസ്പൊറാഞ്ചിയാണ് വരിക. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിനുള്ളില് കാണുന്ന സാക്ലൈൻ സെഷനാണ് നമ്മൾ പോളൻ സാക്ക് എന്ന് പറയുന്നത്. ഈ പോളൻ സാക്കിനുള്ളിലാണ് പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മെയിൽ ഗാമിറ്റോഫൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ മെയിൽ ഗാമിറ്റോഫൈറ്റ് അല്ല, പോളൻ ഗ്രെയിനെ കവർ ചെയ്യുന്ന പോർഷനാണ് സാക്ലൈൻ സെഷനാണ് പോളൻ സാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും പോർഷനാണ് നമ്മൾ ഒരു ആന്തറിന്റെ സ്ട്രക്ചർ ആയിട്ട് നമ്മൾ പറയുന്നത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ശരി.